ആരാണിത്? എന്താണ് പേര്? മന്യ മാധവൻ. മന്യ മാധവൻ. ഓക്കെ, എവിടെ നിന്നാ വരുന്നത്? പാലക്കാട്. പാലക്കാട്. ഏതാ സ്കൂള്? BSS ഗുരുകുലം. എനിക്ക് തോന്നി ഈ പാലക്കാട് BSS ഗുരുകുലമാണല്ലോ എല്ലാ കുട്ടികളും വരുന്നത്. ആലത്തൂർ BSS ഗുരുകുലം അല്ലേ? ഞാനും ആ പേര് കാണാതെ പഠിച്ചു. ഒരുപാട് പ്രതിഭകളെ അവിടെ നിന്നും നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഏതാണ് മോളെ പെർഫോം ചെയ്ത ഐറ്റം? മോണോ ആക്ട്. മോണോ ആക്ട് കഴിഞ്ഞു, മത്സരം കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ കലോത്സവം? അല്ല, കഴിഞ്ഞ വർഷം പങ്കെടുത്തു. A ഗ്രേഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പങ്കെടുത്ത കലോത്സവത്തിൽ നിന്ന് ഇക്കുറി വന്നപ്പോൾ എന്താ വ്യത്യാസം തോന്നുന്നത്? മീൻസ് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ജില്ലയിലത് കലോത്സവം വെക്കും പറഞ്ഞു. അപ്പോൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും സൂപ്പറായിരുന്നു കൊല്ലത്തെ കലോത്സവം. ഓക്കെ, അതല്ല, ഞാൻ മോണോ ആക്ട് മത്സരത്തെ കുറിച്ചാണ്. മോണോ ആക്ട് മത്സരം കഴിഞ്ഞ വർഷം അതേ സ്റ്റാൻഡേർഡ് തന്നെ ഈ വർഷം എല്ലാ മത്സരാർത്ഥികളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും A ഗ്രേഡ് ഉണ്ടായിരുന്നു മത്സരിച്ച എല്ലാവർക്കും. ഓരോ വർഷം കഴിയുന്തോറും ഈ ഒരു മോണോ ആക്ടിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയുണ്ട്? കൂടുതലാണോ? അത്യാവശ്യം 14+ അപ്പീൽ അങ്ങനെ എല്ലാം ഉണ്ട് കൂടുതലുണ്ട്. ഓക്കെ, അതല്ല, ഉപജില്ലയിൽ റവന്യൂലൊക്കെ മത്സരിച്ച് മുന്നോട്ട് വരികയാണ്. സബ് ഡിസ്ട്രിക്ട് മുതൽ തന്നെ നല്ല കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് പിന്നെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഡിസ്ട്രിക്റ്റിലും അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളെ കുറിച്ച് എന്താ തോന്നുന്നത്? മോണാക്റ്റിൽ മോസ്റ്റ് ആയിട്ടും റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മുമ്പ് ഈ യൂട്യൂബിൽ കാണുന്ന അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും നല്ല പ്രകടനങ്ങൾ വരുന്നതും റെലവൻ്റ് ആയ ടോപ്പിക്കുകൾ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്. മന്യയുടെ പ്രമേയം എന്തായിരുന്നു? എൻ്റെ ടോപ്പിക്ക് സ്ത്രീ ശാക്തീകരണമായിരുന്നു. അതിൽ സാക്ഷി മാലിക്കിൻ്റെ കേസ് പിന്നെ മണിപ്പൂരിലെ കമ്പയിൻ ചെയ്തിട്ടായിരുന്നു. ആക്ടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, ഈ സമകാലിക സംഭവ വികാസങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ രീതിയിൽ മനുഷ്യൻ്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്ന ഒരു കല കൂടിയാണ് മോണോ ആക്ട്. നമ്മളെ ഇന്നലെ പറഞ്ഞ ഇന്നലെ അവിടെ ചെയ്ത പോലെ നമുക്കൊന്ന് പ്രേക്ഷകരോടൊന്ന് കാണിക്കാൻ പറ്റുമോ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ തലകുനിച്ച് നിന്നതാണ് ഈ മണിപ്പൂരിൽ നമ്മുടെ അമ്മപെങ്ങന്മാർക്കുണ്ടായ ഏറ്റവും ദുരനുഭവം. തെരുവുകളിലൂടെ നഗ്നരായി നടത്തിയ ദുരനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഒപ്പം തന്നെ സാക്ഷി മാലിക് നമ്മുടെ ലോകത്തിന് മുന്നിൽ നമ്മുടെ അഭിമാനമുയർത്തിയ കായിക പ്രതിഭ, അവർ കണ്ണുനീരോടെ അവരുടെ ഷൂ അഴിച്ച് മടങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന്റെ ഉണങ്ങാത്ത കണ്ണുനീരായി, ഉണങ്ങാത്ത മുറിവുകളാണ് ആ മനുഷ്യരുടെ വേദന ലോകത്തോട് പറയുകയായിരുന്നു ഈ കൊച്ചുമിടുക്കി. നമുക്ക് മന്യയുടെ ആ പ്രകടനം ഒന്ന് കാണാം. ദുശാസന, ഇവൾ ദ്രൗപദി, ഹസ്തിനപുരിയിലെ പണയവസ്തു. പഞ്ചപാണ്ഡവരുടെ ധർമ്മപത്നിയായ ഇവൾ നമുക്ക് മുന്നിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടട്ടെ. ദുശാസൻ നഹി ഹൂ, അതുക്കും മേലെ. കൃഷ്ണ കൃഷ്ണ, അല്ലയോ കർമ്മധീരനായ ധൃതരാഷ്ട്രരെ, ഇനിയും മുരിയാടാത്ത നിങ്ങൾ അന്തനെന്നു കരുത വയ്യ. അരുത്, എന്നെ ശപിക്കരുത്. ഇല്ല അമ്മേ ഗാന്ധാരി, ലജ്ജയില്ലേ നിങ്ങൾക്കും ഈ കണ്ണുകൾ മൂടിക്കെട്ടാൻ? സ്വന്തം മക്കളുടെ നഗ്നത കാണാൻ കഴിയാഞ്ഞിട്ടോ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതോ? മാപ്പ് മക്കളെ, ഉറങ്ങുന്നവരെയല്ലേ ഉണർത്താൻ കഴിയൂ. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞില്ല മക്കളെ. കഴിയണം, ഇല്ലെങ്കിൽ പെൺശാപമേറ്റി രാജ്യം ഭസ്മമായിടും. ഞാൻ സാക്ഷി മാലിക്, ഹേ വിടനായ മന്ത്രി പുങ്കവ, നീ ദുശാസനനുമല്ല, ഞാൻ ദ്രൗപദിയുമല്ല. ജനിച്ചു വീണ മണ്ണിനു വേണ്ടി അംഗം പൊരുതി പതക്കം നേടിയവൾ. ഞാൻ നിനക്ക് അംഗത്തിലെ പുത്തനടവുകൾ പഠിപ്പിച്ചു തരാം. വാ വാ. മനു എവിടെ? മനു വരൂ. ഓക്കെ, എന്തായാലും രാജ്യം പെൺശാപമേറ്റ് എന്താണ് പറഞ്ഞത്? ആ ഒരു വരി എന്തായിരുന്നു? പെൺശാപമേറ്റ് ഈ രാജ്യം ഭസ്മമായിടും. ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി തന്നെ മാറുകയാണ് മനു. സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെയും മുൻനിർത്തിക്കൊണ്ട് തന്നെ വളരെയധികം കാലിക പ്രസക്തി ആർജിച്ച വനിതാ ശാക്തീകരണത്തിന്, സ്ത്രീ ശാക്തീകരണത്തിന് എത്രത്തോളം വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇതാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയേണ്ടതും. പ്രമേയത്തിലെ വിഷയമായി എടുക്കുമ്പോൾ തന്നെ അതിൽ എത്രത്തോളം സാമൂഹിക പ്രതിബദ്ധത ഇവർ കാത്തു സൂക്ഷിക്കുന്നു എന്നത് ഏറ്റവും വലിയ കാര്യമായി നമ്മളിപ്പോൾ ഉയർത്തി കാണിക്കുകയാണ്.
വളരെയധികം നന്ദി മന്യ. അപ്പോൾ ഇനിയും എല്ലാവിധമായ ആശംസകളും നേരുന്നു തുടർന്നുള്ള കലോത്സവങ്ങളിലും. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? +1. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ ബാക്കിയുണ്ട്. അടുത്ത കലോത്സവത്തിലും മികച്ച രീതിയിൽ മോണോ ആക്ടിൽ വിജയം നേടി ഞങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരണം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.